35ാമത് ദേശീയ ഗെയിംസ് ജേതാക്കൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. അവർക്കുള്ള നിയമന ഉത്തരവ് കൈമാറിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയം അർഹരാകാൻ കഴിഞ്ഞിട്ടുള്ളത് കായിക താരങ്ങൾ അവരുടെ ജീവിതമാകെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നത്. അത്രയേറെ ത്യാഗപൂർണമായ സമർപ്പണം വേണ്ട ഒരു മേഖലയാണ് കായിക മേഖല. ഇത്തരത്തിൽ ഉള്ള നേട്ടങ്ങൾ വ്യക്തിഗതമായ നേട്ടമായിരിക്കുമ്പോൾ തന്നെ അത് നാടിൻ്റെ ആകെ നേട്ടവുമായി മാറുന്നു എന്ന പ്രത്യേകതയും കായിക രംഗത്തെ നേട്ടങ്ങൾക്കുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. വ്യക്തിഗത നേട്ടങ്ങൾ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നേട്ടമായി കണക്കാക്കുന്ന നിലയിലേക്ക് ഉയരുന്നു എന്നതാണ് കായിക രംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. കായിക താരങ്ങൾ ഇത്തരത്തിൽ നാടിനും രാജ്യത്തിനും പ്രശസ്തി നേടിക്കൊടുക്കുമ്പോൾ തിരിച്ച് രാജ്യമത് നൽകുന്നു എന്നത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത്തരമൊരു പ്രശ്നത്തിൽ കേവലമായ ചോദ്യവും അഭ്യൂഹവുമായി ഒതുങ്ങിക്കൂടാ എന്നതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായി ഇവരെ പരിഗണിക്കണം എന്ന് തീരുമാനിക്കുന്ന നില ഉണ്ടായത്. ഏറ്റവും വലിയ മികവിൽ എത്തുന്നവർക്ക് സാധാരണഗതിയിൽ ആ വിജയത്തിൻ്റെതായ ഘട്ടത്തിൽ അംഗീകാരമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് ആ നേട്ടങ്ങൾ മാത്രം മതിയാകാതെ വരുന്നു എന്നത് പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് അത്തരം കായിക താരങ്ങളെ നല്ല രീതിയിൽ സഹായിക്കാൻ, സംരക്ഷിക്കാൻ, പിന്തുണ നൽകാൻ നാട് തയ്യാറാകേണ്ടതുണ്ട് എന്ന നില ഉയർന്നു വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമായി നാം ഈ ചടങ്ങിനെ കണ്ടാൽ മതി എന്നാണ് തോന്നുന്നത്. കായിക രംഗത്ത് തിളങ്ങി നിന്ന പ്രതിഭകളോട് ഒരു കാര്യം മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അത് നിങ്ങൾക്കൊപ്പം നാടുണ്ടാകും എന്ന് ആത്മാർത്ഥമായി ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നാടിനു വേണ്ടി അവരുണ്ടാക്കി തന്ന നേട്ടങ്ങൾ നാട് പൂർണ്ണമായും അംഗീകരിക്കുന്നു. എന്നാൽ നിങ്ങൾ നേടിത്തന്ന നേട്ടത്തിനനുസരിച്ച് അംഗീകാരം നൽകുന്ന നില ഉണ്ടായി എന്ന് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയില്ല എന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്യാനായല്ലോ എന്ന് ആശ്വസിക്കാനും അതേസമയം വക നൽകുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം ചെറിയ തോതിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയായി ഈ സന്ദർഭം മാറുകയാണ്. നമുക്ക് കൂടുതൽ താരങ്ങളെ, കുട്ടികളെ തന്നെ ഈ രംഗത്തേക്ക് ആകർഷിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാത്രമേ കായിക രംഗം കൂടുതൽ മികച്ചതായി മാറ്റാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കായിക രംഗത്തേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ കഴിയണമെങ്കിൽ അതിനുതകുന്ന തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി മുടങ്ങിക്കിടക്കുന്ന
കായിക താരങ്ങളുടെ സർക്കാർ നിയമനം പുനരാരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. PSC വഴിയുള്ള നിയമനങ്ങളിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചു 1% തസ്തിക കായിക താരങ്ങൾക്ക് സംവരണം ചെയ്യുന്നതടക്കമുള്ള മാതൃകാപരമായ തീരുമാനങ്ങൾ സർക്കാർ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന ബൃഹത്തായ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. അത്ലറ്റിക്സ്, അക്വാറ്റിക്സ്, ആർച്ചറി, ബോക്സിങ്, ബാഡ്മിൻ്റൺ, ഷട്ടിൽ, സൈക്ലിംഗ്, ഫെൻസിങ്, നോയിങ് ആൻഡ് കൈക്കിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി, റോവിംഗ് ഈ ഇനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്താകെ ഒരു പുതിയ കായിക സംസ്കാരം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിലുള്ള വിദ്യാലയങ്ങൾ തന്നെയാണ്. ആ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കളിക്കളങ്ങളെല്ലാം വലിയ തോതിൽ താരങ്ങളെ വളർത്തിയെടുക്കാൻ ഉതകുന്ന ഒന്നായി മാറേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം വേണം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്പോർട്സ് കോംപ്ലക്സ്, അതോടൊപ്പം തന്നെ സാക്ഷരതാ മിഷൻ മാതൃകയിൽ കായിക ക്ഷമതാ മിഷൻ, സ്പോർട്സ് ഹോസ്റ്റലുകളുടെ നവീകരണം. ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തുതയാണ്. അത് വേണ്ടത്ര കാലാനുസൃതമായി അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല എന്ന വശം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അത് കാലാനുസൃതമായി നവീകരിക്കേണ്ടതായിട്ടുണ്ട്. പാഠ്യപദ്ധതിയിൽ തന്നെ സ്പോർട്സ് ഉൾപ്പെടുത്തൽ, അതോടൊപ്പം എല്ലാ കായിക താരങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുക തന്നെയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മുടെ കേരളം പൊതുവെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അതിൻ്റേതായ ഒരു ആരവം നമ്മുടെ നാട്ടിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയാണ് അതിന് വേദിയാകുന്നത്. ഇത്തരത്തിൽ കായിക രംഗത്തിൻ്റെ സമഗ്ര വികാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിയമനം ലഭിച്ചവരിൽ 4 പേർ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത മറ്റ് സംസ്ഥാനക്കാരാണ്. മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും, മണിപ്പൂരിൽ നിന്നുള്ള 2 കായിക താരങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ടീമിനത്തിൽ വെള്ളി, വെങ്കല മെഡൽ നേടിയ 83 കായിക താരങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി നൽകാൻ ഒഴിവുകൾ കണ്ടെത്തുന്ന നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്തുള്ളവരുടെ മികവ് തിരിച്ചറിഞ്ഞുള്ള പ്രോത്സാഹനമാണ് കായിക വകുപ്പ് നൽകി വരുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന പ്രതിഭകൾക്ക് എല്ലാ തലത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകും. ഇവിടെ ചിലത് പരാമർശിക്കേണ്ട ഒരു ഘട്ടമാണിത്. പക്ഷേ ഞാനൊരു പരാമർശത്തിലേക്കും ഇപ്പോൾ കടക്കുന്നില്ല എന്ന് മാത്രം. ഒഫീഷ്യലുകൾക്കല്ല, കായിക താരങ്ങൾക്ക് തന്നെയാണ് ഇത്തരം അവസരങ്ങളിൽ സംസ്ഥാനം പ്രാധാന്യം നൽകുന്നത്. കായിക രംഗം തന്നെ മത്സരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവിടെ മറ്റു തരത്തിലുള്ള കിടമത്സരങ്ങൾക്ക് മറ്റൊട്ടേറെ വേദി നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ആയിക്കോട്ടെ, ഇവിടെ ആ കിടമത്സരങ്ങൾക്ക് അവസരം നൽകാതിരിക്കുകയാണ് വേണ്ടത്. കായിക രംഗത്ത് പ്രാഗൽഭ്യമുള്ളവർ തങ്ങൾക്ക് പിന്നാലെ വരുന്ന ഇളം കുരുന്നുകളെ ഒരേ കണ്ണോടും ഒരേ മനസ്സോടും വേണം കാണാൻ. അവിടെ ഒരു വിധത്തിലുള്ള വിവേചനവും ഉണ്ടായിക്കൂടാ, ഒരുവിധ വ്യക്തി താല്പര്യവും ഉണ്ടായിക്കൂടാ. വ്യക്തി താല്പര്യങ്ങൾ ഈ രംഗത്ത് കടന്നു വന്നാൽ കുട്ടികളുടെ അപാരമായ സാധ്യതകൾക്കാണ് തിരിച്ചടി ഉണ്ടാവുക. അവർ വലിയ തോതിൽ ഉയർന്നു വരേണ്ടവരായിരിക്കും. അപ്പോൾ അതിന് തടസ്സമായി മാറും. അവരുടെ പ്രത്യാശകളെപ്പോലും അത് ഞെരിച്ച് അമർത്തിക്കളയും. യോഗ്യതകളെയൊക്കെ
അത്തരമൊരു സാഹചര്യമുണ്ടായാൽ അയോഗ്യതയാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. അത്തരം പ്രവണതകൾ നമ്മുടെ കായിക രംഗത്തിൻ്റെ ഭാവിയെ അന്ധകാരത്തിലാഴ്ത്തും എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. കായിക സംസ്കാര രംഗത്ത് നാം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെയാകെ അത് തകർക്കുന്നതിന് ഇടയാക്കും. അതുകൊണ്ട് സർക്കാരിന് ഒരു കാര്യത്തിൽ മാത്രമേ നിർബന്ധമുള്ളൂ, ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ദൂഷ്യവും ദുഷ്പ്രവണതകളും ഈ രംഗത്ത് ഉണ്ടായിക്കൂടാ. ഈ മനോഭാവത്തോടു കൂടിയുള്ള നിലപാട് തന്നെയാവും ഇത്തരം സന്ദർഭങ്ങൾ ഉയർന്നു വരുമ്പോൾ സർക്കാരിൽ നിന്നുണ്ടാവുക എന്നതാണ് കായിക താരങ്ങൾക്ക് നൽകാനുള്ള ഒരു ഉറപ്പ്. ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല. ഇപ്പോൾ നിയമനം ലഭിക്കുന്ന മുഴുവൻ പേരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ജോലി ചെയ്യുന്നതിനൊപ്പം അവർക്ക് തങ്ങളുടെ അനുഭവങ്ങളും പരിചയ സമ്പത്തും പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദം. 35ാമത് ദേശീയ ഗെയിംസ് ജേതാക്കൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. അവർക്കുള്ള നിയമന ഉത്തരവ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് ദർബാർ